വെൽക്കം ടു IPL ചാലഞ്ച്. ഈ 5 പേര് 5 IPL ടീംസിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും. They will face 5 challenges to win this epic trophy. ഫസ്റ്റ് ചാലഞ്ച് ഭയങ്കര സിമ്പിൾ ആണ്. ഈസി ആയിട്ട് തുടങ്ങണ്ടേ, ഇവരെല്ലാം ശരിക്കും IPL ഒന്നും കളിക്കുന്നില്ലല്ലോ. ആ കാണുന്ന വിക്കറ്റ് ഉണ്ടാ എല്ലാവർക്കും 2 ട്രൈസ് വീതം കിട്ടുന്നതായിരിക്കും. ഓരോ തവണ ബോൾ ആ ഒരു വിക്കറ്റ് കൊള്ളിക്കുന്ന സമയത്ത് 2 പോയിന്റ് വീതം. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ട്രൈ കുട്ടൂസ് മുംബൈ ഇന്ത്യൻസ്. കമോൺ കുട്ടൂസ്, മുംബൈ ഇന്ത്യൻസിന്റെ ഫാൻസ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ശരിക്കും കൊണ്ടയാ വിശ്വസിക്കാൻ കഴിയുന്നില്ല എനിക്ക്. അതെല്ലാം അങ്ങനെ ഉണ്ടാവും. 2 points ഫോർ കുട്ടൂസ്. ഫസ്റ്റത്തെ ലക്കാണോ ഇല്ലയോ നോക്കട്ടെ സാർ. രണ്ടാമത്തെ സത്യം പറഞ്ഞാൽ ഞാൻ പോലും വിചാരിച്ചില്ല കുട്ടൂസ് കൊള്ളിക്കും. ആരും കൊള്ളിക്കും വിചാരിച്ചില്ല. മുംബൈ 4 points. കുട്ടൂസേ അൽട്ടാ കൊള്ളിക്കോ? ബാക്കിലെ വലക്കുള്ളൂ. മുംബൈ നിങ്ങളെ RCB ഇതാക്കുന്നു. കുറച്ച് ബാക്കോട്ടായിരിക്കും, ബാറ്റിംഗിന് നമ്മൾ പിടിക്കും. RCB പുറത്താക്കിയത് ഫസ്റ്റ് തന്നെ. രണ്ടാമത്തേത് ഇവരെങ്ങനെ തട്ടിയതില്ലേ? കൊൽക്കത്ത കപ്പടിച്ചോ? കൊൽക്കത്തന്റെ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പം പവർ ഏറ്റവും കൂടുതലുള്ളതെന്ന് വെച്ചാല് മുംബൈ കേട്ടാ. മുംബൈ 2 കൊള്ളി. ചെന്നൈ തല ഫോർ എ റീസൺ. തലറങ്ങി വീഴാണ്ട് തലേനെ നാണം കെടുത്തില്ല. തല എറണാകുളം നാണം കെടുത്തില്ല. ഞാൻ ചെന്നൈയാ പുള്ളിക്ക്. ഏട്ടാ കുറച്ചേരം ചെന്നൈ ആടുന്നോ? ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. എന്തായാലും പുള്ളിക്കണേ. കുട്ടൂസിന് അഹങ്കാരായി പോകും. ഏതാ ടീം? RRല്ലേ? സഞ്ജുവിന്റെ ടീം കപ്പടിക്കണോ? നമുക്കൊക്കെ ആടാ എട്ടായിട്ടെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് കുട്ടൂസിന്റെ പ്രാർത്ഥനയാണോ എൽട്ടന്റെ പ്രാർത്ഥനയാണോ? കുട്ടൂസ് ഫസ്റ്റ് റൗണ്ട് ആയപ്പോ മുംബൈ മാത്രമേ പൊള്ളിച്ചുള്ളൂ. അത് 2 പ്രാവശ്യം. ഇതെങ്ങനെ പറ്റുന്ന പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മുംബൈ അല്ലേ? നമ്മള് സെക്കൻഡ് ചാലഞ്ചിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. ഇത് ലേശം ടഫാട്ടാ. നമ്മൾ തോറ്റു തുടങ്ങിയ ടീമല്ലേ. എന്താന്ന് വെച്ചാൽ 3 ക്യാച്ചാണ്. ഒന്ന് ഡൈവ്, ഒന്ന് ഫാസ്റ്റ് ക്യാച്ച്, ഒന്ന് ആകാശത്തിലേക്ക് എറിഞ്ഞിട്ടുള്ള ക്യാച്ച്. ഓരോ ക്യാച്ചിലും നേരത്തെ പോലെ തന്നെ 2 പോയിന്റ്. പക്ഷെ ഈ ഒരു ചാലഞ്ചിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഒരു ചാലഞ്ചിന്റെ അവസാനം പോയിന്റ് ടേബിളിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ആള് ഈ ഒരു IPL ചാലഞ്ചോട് ടാറ്റാ ബൈ ബൈ പറയുന്നതായിരിക്കും. നമ്മൾ മുംബൈക്ക് ഫസ്റ്റ് തേർഡ് റൺ കൊടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ചെന്നൈ ഫാൻ ആയതുകൊണ്ട് എനിക്ക് ഇവരെ പുറത്താക്കണമെന്നുണ്ട്. ഫസ്റ്റ് ഡൈവ് ക്യാച്ച്. കൈ തട്ടിയാ പോയില്ല. പിടിക്കണം. അറിയില്ല. അടുത്ത ഫാസ്റ്റ് ആണ്. ഓന് ഡൈവ് പിടിക്കാനില്ല, പിന്നെ ഫാസ്റ്റ്. പിടിക്കണം കേട്ടോ. ഒരു 4 പോയിന്റ് ഉണ്ട്. ലാസ്റ്റത്തെ റെഡി. കുട്ടൂസിന് 6 പോയിന്റ്. കുട്ടൂസേ ഇവര് ഒരാളെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാല് നീ എന്തായാലും സേഫ് ആയി. അടുത്ത റൗണ്ടിൽ കടന്നു. കഴിഞ്ഞ റൗണ്ടിൽ ഒരു പോയിന്റ് പോയില്ല. ഈ റൗണ്ട് പോയിന്റ് അങ്ങനൊന്നുമില്ല. പിടിക്കണം. ഡൈവിങ് മഹിറാട്ട്. ഏ സൈഡിലാ ഡൈവോണ്ട്? ആ സൈഡിലേ? എടാ ഏതെങ്കിലും ട്രൈ ചെയ്തടാ. 2 കൂടെ ഉണ്ട്. ഒന്ന് പിടിച്ചാ മതി, ചെലപ്പോ സേഫ് ആവും. കയ്യില് കുടുക്കി. ക്യാച്ച് പിടിച്ചല്ല, കയ്യിലിട്ടെന്ന്. ആടാ 4 പോയതായി. കംബാക്ക് RCB. അത്രേ ഉള്ളൂ. ലാസ്റ്റ് ഇതും കൂടെ പിടിച്ചില്ലെങ്കിൽ ഏകദേശം പുറത്തായി ഉറപ്പായി. ഇത് കൊൽക്കത്ത വിട്ട് കഴിഞ്ഞാല് നീ സേഫ് ആയി. ഞാൻ സേഫ് തന്നെ. ഇവിടെ സേഫ് ആയിട്ടില്ല. എല്ലാം പൊട്ടി വന്നൊരു സൗണ്ട്. 2 പോയിന്റ് ഒക്കെ ആക്കിയില്ലേ പുറത്താവും. കയ്യിലിട്ടാ. പിന്നെ ഡൈവ് എന്ന് പറയണ. ലാസ്റ്റ് 2 points. 2 points.
വിട്ട് അറോളിന് ഹോപ്പുണ്ട്. ഇത് പിടിച്ചില്ലെങ്കിൽ നീ പുറത്താണ്. ക്യാച്ച് എല്ലാവർക്കും ഈസിയാന്ന് തോന്നുന്നല്ലേ. ഇപ്പൊ നമ്മളൊരു ടൈ ബ്രേക്കറിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം കൊൽക്കത്തക്കും ചെന്നൈക്കും രാജസ്ഥാനും 2-2 പോയിന്റ് ഇതാണ്. അപ്പൊ നമ്മള് ഇന്റർനാഷണൽ പരമായിട്ടുള്ള ടൈ ബ്രേക്കർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് സാബു ഒത്തിരിടാൻ വന്നതാണ്. ഓക്കെ, ആരാണോ തെറ്റായിട്ട് വരുന്നത് അയാള് ചാലഞ്ചിൽ നിന്ന് പുറത്തായി. രാജസ്ഥാൻ പുറത്താണ്. എന്നാലും മലയാളികളെ ജയിപ്പിക്കുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം കപ്പടിക്കാം. ഓക്കെ, 6 പുറത്തായി. എന്താ നിങ്ങൾക്ക് വന്നേ? RCB കപ്പടിക്കും. നമ്മളങ്ങനെ പ്ലേ ഓഫിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് പോയിന്റ് ടേബിൾ. സോ പ്ലേ ഓഫിലെ ഫസ്റ്റ് മാച്ച് വരുന്നത് മുംബൈ ആൻഡ് RCB. പക്ഷെ ഇവര് കളിക്കാൻ വന്ന ചാലഞ്ച് തീരുമാനിക്കുന്നത് ഞാനായിരിക്കില്ല, ഈ ഒരു സ്പിൻ ദ വീൽ ആയിരിക്കും. ഈ സ്പിൻ ദ വീലിൽ 4 ചാലഞ്ചസ് ഉണ്ട്. ഇവര് കറക്കിയിട്ട് ഏതാണ് ഇവർ കിട്ടുന്നത് അതായിരിക്കും ഈ ഒരു ഫസ്റ്റ് പ്ലേ ഓഫിൽ ഇവര് കളിക്കുക. റെഡി അല്ലേ? ഫസ്റ്റ് ചാലഞ്ചിൽ കളിക്കാൻ വേണ്ടി പോകുന്നത് ലോങ്സ്റ്റ് 6. ഒരു ബോളേ ഉള്ളൂ കേട്ടോ സാർ. കേട്ടാ, ഇത് അടിച്ച 6 അടിച്ചാ നീ പുറത്തായി. പ്ലേ ഓഫ് ആണ് അറിയില്ലേലും പ്ലേ ഓഫ് ആണ് അറിയില്ലേലും പോലും എനിക്കറിയില്ലേ? എനിക്കറിയാം. ഇതാണ് ഇവരറിയ RCB ഇടക്കാറുള്ളൂ. അതുകൊണ്ട് നല്ലോണം നോക്കും. 6 മാത്രമേ വേണ്ടുള്ളൂ. ഫൈനലിലെത്തി, കപ്പിലെ തൊട്ടടുത്ത്. അഷീറ ദത്തബയോ ഫൈനലിൽ പോലെ ഫസ്റ്റ് ഫൈനലിസ്റ്റ് ഓഫ് IPL ചാലഞ്ച് സീസൺ 2 RCB. ഈ സാല കപ്പ് ചെലപ്പടിക്കും. പുറത്തായ മുംബൈനോട് നമ്മള് ചെറുങ്ങനെ ചോദിച്ചറിയാണ്. 6 പോയിന്റ് കൂടി അതുകൊണ്ട് എനിക്ക് പ്രശ്നം. പുറത്തായി പോയിന്റ് ഉണ്ടായിട്ട് കാര്യമില്ല. ഇനി ആയിരിക്കാം സപ്പോർട്ട്? ഞാൻ ഇനി RCB തന്നെ. RCB കപ്പടിക്കുന്ന അറിയാലേ. ഫസ്റ്റ് പ്ലേ ഓഫിൽ അങ്ങനെ ലോങ്സ്റ്റ് 6 ആണെങ്കിൽ സെക്കൻഡ് പ്ലേ ഓഫിന് എന്ത് ചാലഞ്ച് ആയിരിക്കും കൊൽക്കത്തയും ചെന്നൈയും തമ്മിൽ കളിക്കാൻ വേണ്ടി പോകുന്നത്? കറക്കിക്കോ. ഹൗ മെനി റൺ ക്യാൻ യു ഗെറ്റ് ഇൻ 1 മിനിറ്റ്? എനിക്കറിയാം ഫൈനലിസ്റ്റ് ആയിട്ട് വേണ്ടേ. എതിരാളി തോപ്പിച്ചില്ലേ? ചീള് കേസ്. ഫൈനലിന് മുന്നേ തോപ്പിച്ച്. ഫൈനലെത്ത യോഗ്യത ഇല്ല. ആരാണ് തോപ്പിക്കൂ. ഓടിക്കോ. എണ്ണായിരിക്കും റൺസ്? 1 2 3 4 9. അയ്യോ, 30 സെക്കൻഡ് ഉണ്ട്. ഇനിയും 15 പ്രാവശ്യം ഓടാ. 13 ഓടാൻ പറ്റണ്ടേ? 5 16. ടൈം അവസാനിച്ചിരിക്കുകയാണ്. 1 മിനിറ്റിൽ കൊൽക്കത്ത ഓടിയെടുത്തത് 16 റൺസ് ആണ്. ചെന്നൈക്ക് വേണ്ടത് 17 റൺസ്. ടൈം സ്റ്റാർട്ട്സ് നൗ. അർണോൾഡ് ഇപ്പൊ 15 റൺസ് എടുക്കൂലേ? 1 തലറിയോടെ കൊണ്ടുപോകേ. 2 വെല്ലുവിളിയായി. 3 8 12. 3 പ്രാവശ്യം കൂടി. 16. 1 കൂടി. അങ്ങനെ ആവശ്യമുണ്ട്. 9 സെക്കൻഡ് ബാക്കി നിൽക്കെ ചെന്നൈ കൊൽക്കത്തയെ തോപ്പിച്ചുകൊണ്ട് 17 റൺസാണ് 1 മിനിറ്റിൽ എടുത്തത്. സോ RCB വേഴ്സസ് ചെന്നൈ ഇൻ ഫൈനൽ. കൊൽക്കത്ത ആദ്യമായിട്ടാണ് നമ്മളെ ചലഞ്ചിൽ വന്നത്. സെമി ഫൈനലെത്തി പുറത്ത്. എന്താ പറയുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പരമാവധി ഓടി അത്ര തന്നെ. പുറത്തായി. ഇനി ഫൈനൽ. ഫൈനൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ചെന്നൈ വേഴ്സസ് RCB. കോയിൻ ടോസ്. സൂപ്പർ ഓവർ ആയിരിക്കും ഫൈനൽ ചാലഞ്ച്. ഇപ്പൊ നമ്മളെ ടോസ് ആണ്. വിളിക്കണേ. ഹെഡ് തന്നെ. ഹെഡാണോ അതിലുള്ളത്? അപ്പൊ എന്തേനെ എനിക്ക് പറ്റി. കഷ്ടോടാ. 1 ബോൾ 0. കുട്ടൂസ് മിസ്ഫീൽഡ്. 2 ബോൾ 3 വൈഡ് റൺസ് ഉണ്ട്. 3ാമത്തെ ബോളാ 4. റോഡ് 4 അടിച്ച് ഫസ്റ്റ് ബൗണ്ടറി ഫൈനലിലെ. 3 ബോൾ 6. 4ാമത്തെ ബോൾ 5ാമത്തെ ബോളാ വൈഡ്. വൈഡാത്. 4 ബോൾ 7 റൺസ്. 8. അങ്ങാട് റണ്ണിട്ടാ. 4 ബോൾ 8. നാല് ബോൾ 8 2 ബോൾ ചെയ്ത് ഫ്രീറ്റാ. ക്യാച്ച് പിടിച്ചാൽ വിക്കറ്റ് കൊണ്ടാ ഔട്ടില്ല. ഓടറാ ഓടുന്നില്ല. നോ ബോളോട്ട് ജയിക്കുന്ന പറയുന്നത്. 9 റൺ. 4 ബോൾ ആയിട്ടുള്ളൂ. 2 ബോൾ.
10. ലാസ്റ്റ് ബോൾ 5 ബോൾ 10. ലാസ്റ്റ് ബോൾ ഓഫ് ദ ഫസ്റ്റ് ഇന്നിംഗ്സ്. അത് ബോള് ലാസ്റ്റ് ബോൾ ഡോട്ട് ബോർഡിൽ എൽട്ട അവസാനിപ്പിച്ചു. എൽട്ട ജയിക്കാൻ വേണ്ടത് 11. 6 ബോൾ 11. 2 6 വേണ്ടുള്ളൂ കേട്ടോ. 6 അടിക്കൂല. അതെന്താ ഫസ്റ്റ് ബോൾ വൈറ്റ് ബോൾ 0 ബോൾ 1. വേത്തുണ്ട് 2 ബോൾ 2. ജയിക്കാൻ ഇനി 9 റൺസ് 4 ബോളില്. ആ വീശടാ. ഇല്ലില്ല ഔട്ടൊന്നും ആവില്ല. 3 ബോളിൽ 9 റൺസ്. അൽട്ടാ കോൺസെൻട്രേറ്റ്. It was at this moment that he knew he fucked up. ചെന്നൈ അങ്ങനെ കപ്പടിച്ചിരിക്കാണ്. ഈ സാല് കപ്പില്ലതാ. രണ്ടാമത്തെ ചാലഞ്ചിൽ അൽട്ട പുറത്താണല്ലേ ജസ്റ്റിസ് ഗൈസ്. അപ്പൊ നമ്മളെ IPL ചാലഞ്ച് സീസൺ 2 അവസാനിക്കുകയാണ്. ഫൈനലിൽ ഒരു കിടിലം മത്സരം കാഴ്ചവെച്ചെങ്കിലും RCBക്ക് ഈ സാല കപ്പില്ല. ഈ സാല കപ്പ് കൊണ്ടുപോകുന്നത് തല ഫോർ എ റീസൺ CSK എർണോൾഡ്. വലിയ കപ്പാണ്. സബ്സ്ക്രൈബ്.